കിഫ്ബിക്കെതിരെ കേന്ദ്ര ധനമന്ത്രി അടക്കമുള്ളവര് പങ്കാളികളായിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇതൊന്നും കേരളത്തിൽ വിലപ്പോവില്ലെന്ന് അവർ ഓർമ്മിപ്പിക്കുകയാണ്. കേരള വികസനത്തെ തകർക്കാനുള്ള ഏത് ശ്രമത്തെ ജനങ്ങളെ അണിനിരത്തി നേരിടുക തന്നെ. കിഫ്ബി തുടങ്ങി വെച്ചിട്ടുള്ള അന്യാദൃശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ ഒളിച്ചുകളി നടത്തുന്ന UDF ലൈഫ് മിഷന്റെ കാര്യത്തിൽ എന്ന പോലെ ജനങ്ങൾ അവരുടെ നിലപാട് തിരുത്തിക്കും. കിഫ്ബിക്കെതിരായിട്ടുള്ള EDയുടെ നോട്ടം ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല, കുറച്ച് മാസമായി. കഴിഞ്ഞ 8-ാം മാസം 9-ാം തീയതി നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തെളിവെടുപ്പിന് വിളിച്ചു. ഞാൻ അതിൽ 1-2 ചോദ്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. ഹൗ ലോങ് ആർ ശ്രീ ശിവശങ്കർ IAS and other bureaucrats your claimed? എത്ര നാളായി ശിവശങ്കരനെ പോലുള്ള IAS നിങ്ങളുടെ ക്ലൈന്റുകളായി? അത് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഞാൻ അവരുടെ പേരും കാര്യമൊന്നും വായിക്കുന്നില്ല. അടുത്ത ചോദ്യമാണ്, കേട്ടോളൂ. Did any of your client have any investment in കിഫ്ബി? നിങ്ങളുടെ ഏതെങ്കിലും ക്ലൈന്റിന് കിഫ്ബിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ആ പഹയന്റെ ചിന്ത എന്താ? കിഫ്ബി എന്ന് പറഞ്ഞാല് ഡെപ്പോസിറ്റ് മേടിച്ച് വായ്പ കൊടുക്കുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. പാക്ക് ഓഫ് ജോക്കേഴ്സ്. എന്താണ് ഈ സ്ഥാപനം എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. കിഫ്ബി ഒരു ഡെപ്പോസിറ്റ് മേടിക്കുന്ന സ്ഥാപനമല്ല. കിഫ്ബി മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മണി മാർക്കറ്റിൽ നിന്നും വായ്പ അത് പല രൂപത്തിലാവും, ബോണ്ടായിട്ട്, അങ്ങനെ പല രൂപത്തിൽ വായ്പ വിഭവങ്ങൾ സമാഹരിച്ച് കേരളത്തില് പശ്ചാത്തല സ്വയംന് വേണ്ടി വായ്പ നിക്ഷേപം നടത്തുന്ന സ്ഥാപനമാണ്. അല്ലാതെ ഒരാളുടെയും ഡെപ്പോസിറ്റ് അവിടെ എടുക്കുന്നില്ല. ഇപ്പോ KSFE ഡെപ്പോസിറ്റ് ചെയ്യല് ചെയ്യുക. KSFEക്ക് വേണ്ടി ബോണ്ട് ഇറക്കിയിട്ടുണ്ട്, പ്രത്യേകം പ്ലേസ്മെന്റ് ബോണ്ട് ഉണ്ട്. അതിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അല്ലാതെ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞൊരു ഏർപ്പാടില്ല. അപ്പൊ ഇത് ഏതാണ്ടോ ഒരു NBFC ആണെന്നുള്ളത് തെറ്റിദ്ധാരണയില്ല ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നു. ഞാൻ ജോക്കേഴ്സ് എന്ന് വിളിച്ചത്. ആ ചോദിക്കുന്നതൊക്കെ വളരെ ഗൗരവത്തിലാണ്. അത് കഴിഞ്ഞ് ഹാവ് യു എവർ വിസിറ്റഡ് കിഫ്ബി ഓഫീസ്? ഇന്ന് 8-ാം മാസത്തിൽ തുടങ്ങിയ പണി. ഏതായാലും കാര്യങ്ങൾ നിങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം മനീഷ് എന്ന് പറയുന്ന ഒരു വിദ്വാന് രാജസ്ഥാനിൽ നിന്ന് ഇറക്കുന്നത്. 2009 IRS ബാച്ച് കക്ഷിയാര. രാജസ്ഥാനിലെ ജുൻജുനു ജില്ലയിലെ BJP നേതാവ് ഹരിസിംഗ് ഗോദരയുടെ മകൻ. അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താ? BJPക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ റെയ്ഡ് നടത്തുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്. എന്തിന്? രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിനെതിരായിട്ട് കളിക്കിറക്കിയത് ഈ മനീഷിനെ. അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും അവസാനം
ഫെബ്രുവരി മാസം ആദ്യം കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരിൽ 2-3 പേര് കൊച്ചിയിൽ ഹാജരാവാൻ ആവശ്യം. എന്നാൽ കിഫ്ബിയുടെ ജനറൽ ബോഡി യോഗം നടക്കുന്നുണ്ട് 16-ാം തീയതി. അതിന് തിരക്കുള്ളതുകൊണ്ട് അത് കഴിഞ്ഞാൽ വരാൻ പറ്റൂ. അങ്ങനെ 17-ാം തീയതി ഹാജരായി. അത് കഴിഞ്ഞ് 25-ാം തീയതി, അത് കഴിഞ്ഞ് ഇനി അടുത്ത 8-ാം തീയതി ഹാജരാകുന്നതിന് തീയതി നിശ്ചയിച്ചു പിരിഞ്ഞത്. ഇതൊന്നും പത്രത്തിലൊന്നും വരുന്നില്ല. ഒരു ഉണ്ണികൃഷ്ണനും വാട്സപ്പുകൾ അയക്കുന്നില്ല. നമ്മളും ആരോടും പറഞ്ഞിട്ടില്ല. അതൊക്കട്ടെ. അപ്പോഴാണ് കേന്ദ്ര ധനമന്ത്രി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്നത്. അദ്ദേഹം അവരിവിടെ നടത്തിയ പ്രസംഗം കിഫ്ബിയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോഴും ഇത്രയും ധരിച്ചില്ല. എന്ത് അനുഭവത്തിന്റെ പിറ്റേന്ന് തന്നെ ഇനിയിപ്പോ 8-ാം തീയതി വരവ് കാത്തു നിൽക്കണ്ട, കിഫ്ബിയുടെ സിഇഒനെയും ഡെപ്യൂട്ടി MD-യെയും വിളിക്കാം, KM അബ്രാമിനെയും വിക്രംജിത് സിംഗിനെയും. കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെ ഉദ്യോഗസ്ഥര് ഹാജരായപ്പോൾ, 25-ാം തീയതി ഹാജരായപ്പോൾ, അവിടുത്തെ കമ്പ്യൂട്ടർ സ്ക്രീനില് കിഫ്ബിയെ കുറിച്ചുള്ള നിർമ്മല സീതാരാമന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം കിടക്കുക. ഈ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അവരുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അവര് വരുന്നു, കിഫ്ബിക്കെതിരെ പ്രസംഗിക്കുന്നു, അവരുടെ പ്രസംഗം എല്ലാം ഇവര് പഠിക്കുന്നു. നേരത്തെ വെച്ച ഷെഡ്യൂൾ വിട്ടിട്ട് ഉന്നത ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാൻ വേണ്ടി കൊടുക്കുന്നു. കൊടുക്കുക മാത്രമല്ല, അത് വാട്സാപ്പ് വഴി മുഴുവൻ പത്രങ്ങൾക്ക് നൽകുന്നു. രാഷ്ട്രീയ പ്രചരണത്തിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ED-യെ BJP ഉപയോഗിക്കുകയാണ്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനത്തിന് കേന്ദ്ര ധനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. ഇവിടെ 2 വട്ടം കിഫ്ബി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. അവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരവല്ല കിട്ടുന്നത്, വിശദീകരണമല്ല കിട്ടുന്നത്. മറിച്ച് അവർക്ക് വേണ്ട ഉത്തരവ് വേണ്ടത് ഒന്നുകിൽ യെസ് ഓർ നോ, വേറെ വിശദീകരണം വേണ്ട. അതല്ലെങ്കിലോ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ മതി. ഐ ഡോണ്ട് നോ എന്ന് പറയിക്കാനാണ്. എന്തിന്? പറയുന്നവരെ വിളിപ്പിക്കാനാണ്. ഭീഷണി, ഹരസ്മെന്റ്. ഒരു കാര്യം ED-യോട് വ്യക്തമാക്കാം, ഇവരെ കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ്. ഇവിടെ മന്ത്രിമാരടക്കമുള്ളവർക്ക് തീരുമാനത്തിന് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരുടെയൊക്കെ പെരുമാറ്റത്തിന്റെയും പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഉണ്ടെന്ന് ഇവിടെ. അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. അതല്ല, നിങ്ങൾ വിവരം അന്വേഷിക്കാം, കാര്യങ്ങൾ ആരായാം. പക്ഷെ ഭീഷണിപ്പെടുത്തൽ ഉദ്യോഗസ്ഥരാണോ വഴിയെങ്കിൽ, ഇത് വടക്കേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും അല്ല കേട്ടോ കേരളം ഭരിക്കുന്നത്. അങ്ങനെ ഹരസ്മെന്റും ഭീഷണിക്കും എതിരായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനായിട്ട് ഈ സർക്കാരിന് കഴിയും. ഇവിടെ നിയമപാലനത്തിന് പോലീസുണ്ട്. അങ്ങനെ സംസ്ഥാനമായിട്ട് ഏറ്റുമുട്ടലിനാണ് കേന്ദ്ര സർക്കാർ കോപ്പ് കൂട്ടുന്നതെങ്കിൽ പേടിച്ചൊന്നും പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല.
എന്താ ഇഡിയുടെ വാദം? വാദങ്ങളൊക്കെ നമ്മുടെ CAG പറഞ്ഞതിന്റെ തുടർച്ചയാണ്. ഇവിടത്തെ BJP നേതാവിന് വേണ്ടി വക്കാലത്തെടുത്ത് പോയ KPCC സെക്രട്ടറി അവരെല്ലാം കോടതി പറഞ്ഞ വാദങ്ങൾ ആവർത്തിക്കുക. ആ വാദങ്ങളൊക്കെ നിയമസഭ കമ്പോട് കമ്പ് ചർച്ച ചെയ്ത് തള്ളിയെന്ന്. അപ്പൊ അന്നിങ്ങനെ തള്ളിയപ്പോ ഇത്രയും അത് കടന്നുപോയില്ലേ? അതെന്റെ വരുംവഴിക്ക് വരെയല്ലേ വേണ്ടത്? PAC ചർച്ച ചെയ്യേണ്ടതില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പലരും ഉണ്ട്. അവരുടെ ഉദ്ദേശശുദ്ധി ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇതെല്ലാം ഒന്ന് കൂട്ടി വായിക്കും. ഇത് കേരളത്തിനെതിരായിട്ട് കേരളത്തിന്റെ വികസനത്തിന് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ഗൂഢാലോചന പാക്കാം. അപ്പൊ അവസാനം ഫെമ ആക്ടിന്റെ വയലേഷനാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. ഇന്ന് പകല് നിങ്ങൾ പത്രത്തിൽ നിന്നൊക്കെ വായിച്ചതിന് ശേഷമാണ് നോട്ടീസ് വ്യക്തിപരമായിട്ടല്ല കിഫ്ബിയുടെ ഇമെയിൽ ഐഡിയിലേക്ക് വരുന്നത്. അപ്പൊ ഫെമ വയലേഷന് ചോദ്യം ചെയ്യാനാണ്. എന്താ ഈ ഫെമ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഫോറിൻ എക്സ്ചേഞ്ച് സംബന്ധിച്ച്, വിദേശ വായ്പ സംബന്ധിച്ച് നിയമമുണ്ടാക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ. അല്ലാതെ കേന്ദ്ര സർക്കാരിന് മാത്രം വിദേശത്ത് നിന്ന് വായ്പ എടുക്കാൻ അവകാശമുള്ളൂ എന്നല്ല. ആണ് CAG പറഞ്ഞ മണ്ടത്തരം. ഈ മനുഷ്യന്മാർക്ക് ഓർഡർ കിട്ടിയിട്ട് തിരക്ക് പിടിച്ചതൊക്കെ എഴുതുമ്പോഴേ നിയമവും കാര്യങ്ങളും നോക്കാതെ എഴുതുന്നതിന്റെ വേറൊരു ഇതാണ് ഈ CAG പോലുള്ള ഭരണഘടനാ സ്ഥാപനം പമ്പര വിഡ്ഢിത്തം എഴുതി വെച്ചത്. ഭരണഘടനയെ കുറിച്ച് യൂണിയൻ ലിസ്റ്റിലുള്ളതില് യൂണിയൻ ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് ഉള്ള വിശകലനം. നിയമം ഉണ്ടാക്കാൻ അധികാരം കേന്ദ്ര സർക്കാർ. നിയമം ഉണ്ടാക്കിയാണ് ഫെമ. ആ ഫെമ നടപ്പാക്കുന്നുള്ള ഏജൻസി RBI ആണ്. RBI ആ ഫെമ ആക്ടിന്റെ കീഴിലെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളില് ആർക്കൊക്കെയാണ് മസാല ബോണ്ട് എടുക്കാൻ അവകാശമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലെ ഏത് ബോഡി കോർപ്പറേറ്റിനും വായ്പ എടുക്കാം, റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ടെങ്കിൽ. കിഫ്ബി അങ്ങനെ റിസർവ് ബാങ്കിന് അപേക്ഷിച്ചു, നേരിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. മാർഗനിർദ്ദേശപ്രകാരം അതിനുള്ള ഓതറൈസ്ഡ് ഏജൻസ് സ്റ്റാൻഡേർഡ് ബാങ്കും ആക്സിസ് ബാങ്കും അവര് വഴി അപേക്ഷകൾ സമർപ്പിച്ചു. RBI ബോഡി കോർപ്പറേറ്റ് ഏത് ബോഡി കോർപ്പറേറ്റിനും കൊടുക്കുന്ന പോലെ ഇതിനും അനുവാദം തന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കാനുള്ള നമ്പർ RBI നിന്ന് മേടിച്ചു, വായ്പ എടുത്തു. മാസം മാസം അങ്ങനെ എടുത്ത വായ്പ എന്തിനു വേണ്ടി വിനിയോഗിച്ചു, ഡിപ്ലോയ്മെന്റ് ഫണ്ട്സ് അതിന്റെ റിപ്പോർട്ടും കൊടുക്കുന്നു. എന്ത് വയലേഷനെ കുറിച്ച് ഈ പറഞ്ഞത്? അപ്പൊ പറയാ ഇത് സംസ്ഥാന സർക്കാർ എടുക്കുന്ന വായ്പയാ അല്ലെന്ന് കേരളത്തിൽ നിയമം പാസാക്കിയുണ്ട്. കിഫ്ബി നിയമം, കേരള നിയമസഭ. ഇതിനെ കിഫ്ബിയെ നിർവചിക്കുന്നത് ബോഡി കോർപ്പറേറ്റ് എന്നാണ്, അല്ല സർക്കാർ അല്ലത്. നിർമ്മല സീതാരാമനോട് ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ വളരെ ഉദാരമായിട്ട് കേരള സർക്കാരിന് 65,000 കോടി രൂപ, തമിഴ്നാട്ടിന് 95,000 രൂപ കണ്ടു, ബംഗാളിൽ നിന്ന് 1,00,000 പരം കോടി രൂപ പ്രഖ്യാപിച്ചു. തുക എത്ര വലിപ്പമുള്ളത്? കേന്ദ്ര ബഡ്ജറ്റിൽ എവിടെയെങ്കിലും ആ പണം വകയിരുത്തിയത് ചെലവാക്കാനോ വരുമാനമായിട്ടോ അക്കൗണ്ട് നോക്കി കാണില്ല. പിന്നെ എവിടെയാ നഹായ് ഉണ്ടാക്കുന്ന പണം? നഹായ് ദേശീയപാത നിർമ്മിക്കുന്നതിന് ഒരു ഹൈബ്രിഡ് മോഡലാണ്.
ഇപ്പൊ നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കാസർഗോഡ് സെക്ഷൻ ടെൻഡർ വിളിച്ച് കിട്ടി. എങ്ങനെ? പാതി പണം അവർ അഡ്വാൻസ് ആയിട്ട് കേന്ദ്രം, ബാക്കി പാതി പണം 20 വർഷം കൊണ്ട് കേന്ദ്രം തരത്തുള്ളൂ. അത് ഇവര് വായ്പ എടുത്ത് പണിതോണം. ഇതാണ് മോഡൽ. അതിന് പാതിപ്പണം തരണമല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി വായ്പ എടുക്കുന്നുണ്ടല്ലോ, ബാക്കി ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാ? നഹായി കേന്ദ്ര സർക്കാർ അല്ലെന്ന്. ഇറ്റ്സ് നോട്ട് ദ സ്റ്റേറ്റ്, കമ്പനിയാ, ബോഡി കോർപ്പറേറ്റർ. അതല്ലെങ്കിൽ സെൻട്രൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഇതൊന്നും പറഞ്ഞായിട്ട് പുതിയ ഒന്നുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതൊന്നും കേന്ദ്രം എന്ന് നിർവചിക്കുവാരെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ വായ്പയായിട്ട് കണക്കിൽ വെക്കൂ? ഇല്ലല്ലോ. പിന്നെ എന്ത് ക്ഷമ വയലേഷനെ കുറിച്ച് അവര് പറയുന്നു? അപ്പോഴാണ് നോട്ടീസിലില്ലെങ്കിലും ഇന്ന് ചില പത്രങ്ങളിലൊക്കെ വിസ്തരിച്ച് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പ്രവർത്തനം. ഒരാള് സ്വർണ്ണക്കടത്തിന്റെ കള്ളപ്പണം അത് വിദേശത്ത് കൊണ്ടുപോയി അത് കിഫ്ബി നിക്ഷേപിച്ചിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുമല്ലോ, ഇഡിന്നോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധമുള്ളവരിൽ നിന്ന്. എങ്ങനെയാണെന്ന് ബോണ്ട് വഴി സമാഹരിക്കുന്ന പണത്തെ നമുക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റാം? നിങ്ങള് കിഫ്ബിയില് നിക്ഷേപം നടത്തണമെങ്കിൽ, ബോണ്ട് വാങ്ങണമെങ്കിൽ, അല്ല ഇതിന് കിഫ്ബി നമ്മുടെ സർക്കാരിന്റെ ഏതെങ്കിലും ബാങ്കിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ KYC ഉണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. 2, നിങ്ങളുടെ പാൻ നമ്പറും കാർഡും വേണം. 3, 20,000 മുകളാണെങ്കിൽ ചെക്ക് വഴിയേ പറ്റത്തുള്ളൂ. വേറെ ഏതെങ്കിലും ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ഒന്ന് എങ്ങനെയാണ് കള്ളപ്പണം വെള്ളപ്പണം ആക്കാൻ വേണ്ടി ഉപയോഗിക്കുക? ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ അവരെ പോയി പിടിച്ചോളൂ. ഇവിടെ കിടന്ന് പറയുന്നുണ്ട. കിഫ്ബിക്ക് എന്തൊരു ഉത്തരവാദിത്തം? കിഫ്ബിയുടെയും കേരളത്തിൽ ഏത് ധനകാര്യ സ്ഥാപനത്തിന്റെയും ബാധ്യത ഇതാണ്. KYC ഉറപ്പുവരുത്തിക്കൊണ്ട്. അറിയാത്ത ആളല്ല, അറിയണം ആരാണ്. അവര് നിക്ഷേപിക്കുന്ന പണം അതുമായി ബന്ധപ്പെട്ട് പാൻ കാർഡും കാര്യങ്ങളും വേണം. അവിടെ ഇൻകം ടാക്സ് അതോറിറ്റീസ് പരിശോധിക്കാൻ ബന്ധപ്പെടുക. 3, അതിന്റെ ആധാർ വേണം. 4, ബാങ്ക് വഴി അല്ലാതെ എടുക്കാൻ പാടില്ല. അപ്പൊ ഒരു ഫിഷിംഗ് എക്സ്പെഡീഷൻ ഇല്ല, അങ്ങ് നടക്കുക. അതുപോലുമല്ല, ഈ ഇവരുടെ ഉദ്ദേശം എന്താണെന്നറിയാം? CEO-നെ വിളിപ്പിക്കാം, ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിക്കാം, നിരന്തരം വാർത്ത വരുത്താം. കിഫ്ബി എന്ന ധനകാര്യ സ്ഥാപനത്തെ ഞെക്കി കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി തന്നെ. അവർ നടത്തുന്നില്ല ധനകാര്യ സ്ഥാപനങ്ങൾ. ഒരു ധനകാര്യ സ്ഥാപനത്തോട് എങ്ങനെയാ പെരുമാറാ? അതിനൊരു പെരുമാറ്റച്ചട്ട്. കിഫ്ബിയുടെ ബോണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ പ്രശ്നമുണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഒരാള് മേടിച്ച് കൈ വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുക. ബോണ്ടിന്റെ പ്രത്യേകത എപ്പോ വേണമെങ്കിലും വിൽക്കാം, വേറെ ആർക്കെങ്കിലും കാശിന് അത്യാവശ്യം കൊടുക്കാം. നിങ്ങൾക്ക് നല്ല പലിശ കിട്ടുന്നുണ്ട്, നല്ല സുരക്ഷിതമായിട്ടുള്ള ബോണ്ടാണെങ്കിൽ നിങ്ങളുടെ വില കൂടുതൽ കിട്ടും വെക്കുമ്പോൾ. കിഫ്ബി ബോണ്ടിന്റെ വിലകൾ താന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ബോണ്ട് ഇറക്കിയാൽ ആരെങ്കിലും വാങ്ങും. ഇതാണെന്ന് ഉദ്ദേശം. ഈ ഒറ്റ ഉദ്ദേശം വെച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിഫ്ബി ഒന്ന് പൊളിക്കാൻ പറ്റുമോ? ഇത് നടക്കില്ല. ഇവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും, ഇതിനും പോന്നവരാണ് എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഒരു 10,000 കോടി
അഡ്വാൻസ് ആയിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. നിയമസഭയിലൊക്കെ പലരും ചോദിച്ചല്ലോ, ഇത്രയും പണം മേടിച്ച് കടമെടുത്ത് വെക്കണോ, ചെലവാകുമ്പോ മേടിച്ചാ പോരെന്ന്. ഇല്ല. ഈ BJPയുടെ ഒക്കെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്, കേരളത്തിന്റെ വികസനത്തിന് മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് കിഫ്ബിയൊന്നും വീഴാൻ പോകുന്നില്ല. പക്ഷെ ഇവരുടെ ലക്ഷ്യം ഇതാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. എന്താ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഈ കേരളത്തിലെ സ്കൂളുകളും ആശുപത്രികളും ഒക്കെ ഇങ്ങനെ മാറ്റിയതല്ലോ. പറയാന്ന് കേരളത്തിലുള്ള 7 ലക്ഷം കുടുംബങ്ങളെ തങ്ങളുടെ മക്കള് അവരിവിടെ പഠിക്കുന്നത് നല്ലതെന്ന് വിചാരിച്ച് അണ്ണേടി കൊണ്ടുവന്നുണ്ടല്ലോ. ഈ സർക്കാരിന്റെ ഈ പ്രവൃത്തിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം നമ്മുടെ KFON വഴി എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് എത്തിക്കുന്നതും ഈ റോഡുകൾ ഉണ്ടാക്കുന്നതും. കേരളത്തിന് 2040 വരെയും വൈദ്യുതി കട്ട് ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. കേരളത്തിൽ നിക്ഷേപം വന്നു കഴിഞ്ഞാൽ റെഡി, ഇതാ നിങ്ങൾ നിക്ഷേപിച്ചോളൂ, ഇതാ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഈ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഇത് സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. ഇത് തുടരണോ? നമ്മൾ സ്കൂള് നന്നാക്കിയതേ കോളേജ് നന്നാക്കണു. നന്നാക്കേണ്ടതുണ്ടോ? ഈ KFON വീടുകളിൽ എത്തേണ്ടതുണ്ടോ? നമുക്ക് ഈ റോഡുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ടോ? വേണമെങ്കിൽ ഭരണ തുടർച്ച വേണം എന്ന് BJPയും UDFും ഓരോ ദിവസവും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ഇവയൊന്നും ഉണ്ടാവില്ല. ഇതാ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉള്ള പ്രശ്നം. അല്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങൾ ഇങ്ങനെ 60,000 കോടി ഉണ്ടാക്കും, വേറെ മാർഗം പറ. ഇത് വേണ്ട അവർക്ക്. എന്നെ പറ്റുന്നു എന്ന് പറഞ്ഞതാ അവരുടെ ബദലെന്താ? അപ്പൊ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടിയാണ് ഇവയെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം നാടിന്റെ സമ്പത്താണ്. ഇതൊക്കെ നമ്മുടെ നാടിനെ വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതിനോടൊപ്പം നിൽക്കാനാണ് BJP ആയാലും കോൺഗ്രസ് ആയാലും ശ്രമിക്കേണ്ടത്. പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയുടെ മനോവീര്യം തകർത്ത് ഉള്ള അന്വേഷണ ഏജൻസികളെ തുടലഴിച്ചുവിടുന്നവരുടെ ഭീഷണിക്കൊന്നും ഒരിഞ്ചും കേരളം വഴങ്ങാൻ പോകുന്നില്ല. കോൺഗ്രസ് അല്ല, ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നതെന്ന് ഡൽഹിയിലുള്ളവര് ഓർക്കുന്നത് തന്നു. യെസ്. ഈ EDയുടെ ചോദ്യം ചെയ്യലില് ഇലക്ഷന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കും താങ്കളും ഒരു നോട്ടീസ് പ്രതീക്ഷിക്കുന്നുണ്ട് ധനമന്ത്രി? അത് നിങ്ങൾ പത്രത്തിൽ ഞാൻ വായിച്ചു, ധനമന്ത്രിയെ വിളിപ്പിക്കുന്നത്. ഓയ്യോ, അത് കേട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായി പോയി. പേടിച്ചിരിക്കുക. എന്നാ ED വിളിപ്പിക്കുക? വരട്ടല്ലേ എന്ന് മനുഷ്യൻ. ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുള്ളവരാ ഞങ്ങൾ. നിങ്ങളൊന്ന് വിളിപ്പിച്ചു കഴിഞ്ഞാൽ വരണ്ടെന്തോ ചെയ്യുന്ന പോലെ. എന്തോന്നിനാ വിളിപ്പിക്കണേ? വിളിപ്പിക്കണേ, വിളിപ്പിച്ചോട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഒരു പുല്ല് പേടിയില്ല. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ വായ്പ കൂടുന്നതിനെ കുറിച്ചിട്ടുള്ള ആശങ്കപ്പെടുന്നു. അത് ഇതുമായിട്ട് കൂട്ടിക്കുഴക്കണ്ട. ഞാൻ കൂട്ടിക്കുഴക്കുന്നില്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതി നമുക്ക് വർത്താനം പറയാം. വായ്പ എത്ര വരെ എടുക്കാം? ഇതൊരു സാമ്പത്തിക പ്രശ്നമാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ 3% വരെ വായ്പ എടുക്കാൻ പാടുമെന്ന് പറഞ്ഞു. ഞാൻ അതിനെതിരാണ്. പക്ഷെ മൻമോഹൻ സിംഗ് അനുകൂലം അദ്ദേഹമാണത് കൊണ്ടുവന്നത്. അത് നിയമമാണ്. അത് ലംഘിക്കാൻ കേരള സർക്കാരിന് കഴിയത്തില്ല. അതിനനുസരിച്ചേ വായ്പ എടുക്കൂ. നിങ്ങൾ ഈ വർഷം ഏതെങ്കിലും രൂപത്തിൽ കുറച്ച് കൂടുതൽ വായ്പ എടുത്താൽ മാർച്ച് 30 കണക്കിലറിയും. അതനുസരിച്ച് അടുത്ത വർഷം വായ്പ വെട്ടിക്കുറക്കും. അതുകൊണ്ട് ഇഷ്ടം പോലെ വായ്പ എടുക്കാൻ ആർക്കും കഴിയില്ല. പിന്നെന്താ ഇവിടെ നടക്കുന്നത്?
നമ്മളൊരു പൊതു SPV ഉണ്ടാക്കി അതുവഴി വായ്പ എടുത്ത് ദൈനംദിന സർക്കാർ കാര്യങ്ങളല്ല, നാട്ടിൽ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നു. അപ്പോ അതിൽ ആശങ്കപ്പെടാം. അതിനൊരു പരിധിയില്ലേ. ഇഷ്ടം പോലെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ അത് റീപേ ചെയ്യാം? ഒക്കെ ന്യായമായ ചോദ്യങ്ങളാണ്. എന്നല്ല ED ചോദിക്കുന്നത്. ED ചോദിക്കണത് കള്ളപ്പണം വെളുപ്പിച്ചോ, നിങ്ങൾ ഫെമ നിയമം ലംഘിച്ചോ, അതൊന്നുമല്ല ഡോക്ടർ മൻമോഹൻ സിംഗ് ചോദിച്ചിട്ടുള്ളത്. അതിന് ഡോക്ടർ മൻമോഹൻ സിംഗിനോടുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെ കിഫ്ബിയെ ഞങ്ങൾ കാണുന്നത് ഒരു ആന്വിറ്റി ഫണ്ടായിട്ടാണ്. ഇപ്പൊ UDF ഭരിച്ചിരുന്ന കാലത്ത് ഡിസ്ട്രിക്ട് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒട്ടനവധി വലിയ പ്രവർത്തനങ്ങൾ എല്ലാം കൂടി ചേർത്താൽ 5000-6000 കോടി രൂപ. അതെല്ലാം ആന്വിറ്റി മോഡലാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ്, അതാണ് ഇവിടെ എടുത്ത ആദ്യത്തെ ആന്വിറ്റി പ്രോഗ്രാം. എന്ന് വെച്ചാൽ ഇത് 20 വർഷം കൊണ്ടേ പണം തരുള്ളൂ, 15 വർഷം കൊണ്ടേ പണം തരുള്ളൂ. നിങ്ങൾ വായ്പ എടുത്ത് ഇതൊക്കെ പണിയണം. അപ്പൊ എത്ര തന്നെ? ശരിക്കും ഇന്ന് പണിയാനായിട്ട് 300 കോടി രൂപ വരും. പക്ഷെ 20 വർഷം കൊണ്ട് തരത്തുള്ളൂ. അപ്പൊ വായ്പ എടുക്കുമ്പോൾ ഇത്രയും നാളത്തെ പലിശ കൂടി കണക്കാക്കി നിങ്ങൾ പറഞ്ഞോ എത്ര തരണമെന്നുള്ളത്. അങ്ങനെ ടെൻഡർ വിളിക്കുന്നതാണ് ആന്വിറ്റി മോഡല്. അപ്പൊ 400-ഓ 500-ഓ 600 രൂപയോ കോടി രൂപ പറയും. ഏറ്റവും കുറച്ച് പറഞ്ഞാർക്ക് കൊടുക്കും. കിഫ്ബി അതുപോലൊരു ആന്വിറ്റി മോഡലാണ്. ഓപ്പൺ എൻഡഡ് അല്ല, ഇഷ്ടം പോലെ എടുക്കാനുള്ളതല്ല. ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രസംഗത്തിൽ അത് തന്നെ എല്ലാ വർഷവും പറയുന്നില്ല. ആദ്യം 2 വർഷം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വല്ല അത്യാവശ്യം വല്ലതും വന്നാൽ മാത്രമേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ടെൻഡർ വിളിച്ച് SPVകൾ വഴി ചെയ്യുക. അതിന് ആന്വിറ്റി ആയിട്ട് കേരള സർക്കാർ മോട്ടോർ വാഹന നികുതിയുടെ പകുതി തരും. ഇത്രയും നിങ്ങൾ ചെയ്യണം. അതിന് കേരള സർക്കാർ ഒരു ആന്വിറ്റി ആയിട്ട് മോട്ടോർ വാഹന നികുതിയുടെ പകുതി തരും. എന്ന് വെച്ചാൽ ഇങ്ങനെ കേരള സർക്കാരിൽ നിന്ന് ആന്വിറ്റിയെ കിട്ടുന്ന തുകക്ക് ഒതുങ്ങുന്ന പ്രവർത്തികൾ മാത്രമേ അവർ ഏറ്റെടുക്കുള്ളൂ. അതിനാണ് അസറ്റ് ലയബിലിറ്റി മാച്ചിങ് എന്ന് പറയുന്നത്. അടുത്തൊരു 20 വർഷക്കാലം കിഫ്ബിക്ക് കേരള സർക്കാരിൽ നിന്ന് എന്ത് വരുമാനം ഇങ്ങനെ കിട്ടുമെന്ന് കൃത്യമായിട്ട് കണക്ക് കൂട്ടും. അത് വളരെ എളുപ്പമാണ്. അതാണ് എന്റെ വരുമാനം. ഇതിന്റെ ലയബിലിറ്റി എത്രയാണ്? ആ കോൺട്രാക്ടർമാരുടെ ബില്ലും കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ വേണ്ടി വായ്പ എടുത്തപ്പോൾ തിരിച്ചടവ്. ഒരു സമയത്ത് കിഫ്ബിയുടെ ലയബിലിറ്റി അസറ്റിനേക്കാൾ ഉയരില്ല എന്നവർക്ക് ഉറപ്പ് വരുത്തും. അതാണ് എന്റെ ബിസിനസ് മോഡൽ. അതുകൊണ്ട് ഒരു അധിക ബാധ്യത ഉണ്ടാക്കണില്ല. നിങ്ങൾ നിയമത്തിൽ പാസ്സാക്കിയപ്പോ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് അല്ല. കിഫ്ബി ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ 50,000, നാളെ എന്നാ 1 ലക്ഷം ഉണ്ടാക്കിക്കളെ, 2 ലക്ഷം ഉണ്ടാക്കിക്കളെ. നോ, അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചെക്ക് ആൻഡ് ബാലൻസുകളും ഒക്കെ ഉണ്ട്. ഫണ്ട് ട്രസ്റ്റി, ഫിഡലിറ്റി ബോർഡ്. അതുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതിന്റെ മോഡലിന്റെ വിശദാംശങ്ങൾ അറിയാത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതിനെ ഇവിടെ BJPക്കാര് പറയുന്ന പോലെ അല്ലെങ്കിൽ ഇവിടത്തെ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ ഭരണഘടനാ വിരുദ്ധമൊന്നും വിശേഷിപ്പിച്ചിട്ടില്ല. ഇത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഏർപ്പാടാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വിശകലനം ഈ ഡെറ്റ് അൺസസ്റ്റൈനബിൾ ആവും എക്കണോമിക്. ഞാൻ പറയുന്നത് ഇല്ല. എന്തോ ഞാൻ പറഞ്ഞത് അതെ, ഇതാണ് എന്റെ മോഡൽ. ഇത് പ്രത്യക്ഷത്തിൽ മനസ്സിലാവണമെന്നില്ല. സോ ഈസ് നോട്ട് ഓപ്പൺ എൻഡഡ് ബോറോയിങ്. ഇഷ്ടം പോലെ വാരിയെടുക്കുന്ന ഏർപ്പാടല്ല, സെൽഫ് ലിമിറ്റിംഗ്. സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും നൽകുന്ന തുക അതിന്റെ ഭാവിയിൽ എത്ര കിട്ടും, അതിനുള്ളിൽ നിൽക്കുന്ന പ്രൊജക്ടുകളെ കിഫ്ബി എടുക്കത്തുള്ളൂന്ന്. അതെടുക്കാം, 50,000 എടുത്താൽ കുഴപ്പമില്ല. നിയമസഭയിൽ ഞാൻ ഈ കിഫ്ബിയെ കുറിച്ച് ആദ്യം പറഞ്ഞപ്പോ
എല്ലാവർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പ്രിന്റ് ചെയ്ത് ഇതിന്റെ മോഡൽ കൊടുത്തു. ഓരോ വർഷവും അടുത്ത 20 വർഷം കേരള സർക്കാരിൽ നിന്ന് കിട്ടുന്ന തുക എത്രയായിരിക്കും? നമ്മളൊരു 50,000 കോടിയുടെ നിക്ഷേപം വർക്കുകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലിശ അടക്കം 20 വർഷത്തിനുള്ളിൽ എത്ര തിരിച്ചടക്കേണ്ടി വരും? ഞാൻ കാണിച്ചു ഏതാണ്ട് 2-1 ലക്ഷം കോടി രൂപയുടെ അടുത്തുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം? ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഇന്നുണ്ടാവും, നമ്മുടെ ഗ്രോത്ത് അത്രയും വേഗത്തിൽ വളരും. അതുകൊണ്ട് ഈ മുടക്കുന്നതുകൊണ്ട് ആരും നഷ്ടമില്ല. ഇതാണ് സാമ്പത്തിക മാർഗം. സോ ഹി ഹാസ് നോട്ട് കോൾഡ് ഇറ്റ്. ഈ പറഞ്ഞതുപോലെ വി വിൽ റെസ്പെക്ട്ഫുള്ളി റെസ്പോണ്ട് ടു ഇറ്റ്. ഈ 8-ാം തീയതി സിഇഒയും ഡെപ്യൂട്ടി എംഡിയും ഹാജരാകുന്നുണ്ടോ? പിന്നെ അവര് പോവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഭീഷണിയൊന്നും വേണം. മുട്ടാനാണെങ്കിൽ ഞങ്ങളും തയ്യാറ്. ഇലക്ഷന് മുമ്പ് കണക്ക് തീർക്കണമെങ്കിൽ നമുക്ക് നോക്കാം. വടക്കേ ഇന്ത്യയിൽ മനീഷൻ കൂട്ടർ നടത്തുന്ന രാഷ്ട്രീയ കളി ഇഡി ഉപയോഗിച്ചിട്ടുള്ളത് കേരളത്തിൽ നടത്താൻ ചിന്തിക്കണ്ട. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, ഇത് മുമ്മാരി ചെയ്യണത്. ഈ കോൺഗ്രസും BJPയും ചേർന്ന് ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തകർക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് പോകും. പക്ഷെ പോയി അത് വെച്ചാൽ ലോ അബൈഡിങ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. പക്ഷെ ലോ അബൈഡിങ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് എന്തും ചെയ്യാനുള്ള അവകാശമില്ല. നിയമപരമായിട്ട് എങ്ങനെ ഇതിനെ നേരിടും എന്നുള്ളത് നോക്കും. ഈ ചാർട്ടേഡ് അക്കൗണ്ടിനോട് ഗൗരവത്തോടെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടാണോ, അല്ല അവരോട് ചോദിച്ചത് ഗൗരവത്തോടെയാണെന്നാണോ? എനിക്കറിഞ്ഞൂടെ എന്റെ ഉദ്ദേശം എന്താന്നുള്ളത്. പക്ഷെ സംബടി വളരെ ഗൗരവത്തിൽ ചോദിക്കുന്നത് ഈ കിഫ്ബി ഇതില് നിക്ഷേപം ഉണ്ടോന്നാണ്. അപ്പൊ എന്താ ധാരണ? ഞാൻ ചോദിച്ചത് ഗൗരവത്തോടെയാണെന്നല്ല, അദ്ദേഹം പറഞ്ഞതാണോ ഗൗരവത്തിലാണ് ചോദിച്ചത്? അത്ര എനിക്ക് പറയാൻ പറ്റില്ല, ഞാനവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ എങ്കിലും എനിക്ക് വലിയ തമാശ കോയായിട്ടാ തോന്നി കക്ഷി ഇങ്ങനെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അത്ര മരമണ്ടന് നീ അറിഞ്ഞിട്ട് പണ്ടത്ര മണ്ടം കളിച്ചതാണോ എന്നുള്ളത് അല്ല, അതെനിക്ക് തോന്നിയിട്ടില്ല. വെച്ചാൽ നേരത്തെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വരുന്ന മുറുക്കത്തിൽ തന്നെ ഇതും വന്നിട്ടുള്ളൂ. ഇത് അറിഞ്ഞുകൂടെ ഈ സാധനത്തെ കുറിച്ച് എന്താന്നുള്ളത്. അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാര് കള്ളപ്പണക്കാര് ഇവിടെ കൊണ്ട് പണം ഇടുന്നൊരു സാധനമാണ് എന്ന് ധരിച്ചിട്ട് നിൽക്കുകയാണ്. നിയമപരമായി നേരിടാൻ എന്താണ് അതിന്റെ സാധ്യത? സോ ഒന്ന്, they have no business. ഇത് 293 സെക്ഷന് എതിരായിട്ടാണ് എന്ന് പറഞ്ഞ് കേസെടുക്കേണ്ടത്. ദാറ്റ്സ് എ ലീഗൽ ഇഷ്യൂ ടു ബി സെറ്റിൽഡ് ഇൻ ദ കോർട്ട്. ആ പണിയും പറഞ്ഞു വരികയാണെങ്കിൽ നിശ്ചയമായിട്ടും ചോദ്യം ചെയ്യും. എന്താണ് അവരുടെ സ്റ്റാൻസ് എന്നറിയട്ടെ. കാരണം അത് കോടതി തീരുമാനിക്കേണ്ടതാണ്, ED തീരുമാനിക്കാനുള്ളതല്ല. ഇപ്പൊ മണി ലോണ്ടറിങ് ഉണ്ടെങ്കിൽ യെസ്, എങ്ങനെയെന്ന് പറയട്ടെ, അവര് പറയണമല്ലോ മണി ലോണ്ടറിങ് എങ്ങനെയാണ് കിഫ്ബി വഴി. അല്ല, ഈ ഇപ്പൊ തന്നെ കിഫ്ബിക്കെതിരെ ഒരു കേസ് കോടതിയിൽ ഒരു കേസ് ഓൾറെഡി നിലവിലുണ്ട്. ആ സാഹചര്യത്തിൽ അതേ വിഷയം തന്നെ ഇപ്പോഴും ഇഡിക്ക് എങ്ങനെ കോടതിയിൽ പെൻഡിങ് ആയിട്ട് വിധി പറയാൻ പറ്റുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനടി കേസെടുക്കാൻ അവിടെ? അല്ല, അതാണ് ചോദിച്ചത്. No, they have no right. They have no mandate. ഇടിക്കാനുള്ള മാൻഡേറ്റ്, അവരുടെ മാൻഡേറ്റ് ഇവിടെ മണി ലോണ്ടറിങ് വല്ലതും നടത്തുന്നുണ്ട് എന്ന് തെളിയിക്കാറ്. തെളിയിക്കട്ടെ. മിനിറ്റ്സ് കിട്ടില്ലെന്ന് സഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രേഖ ഉണ്ടോന്ന് അന്ന് സഭ നടക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ CID വിവരാവകാശ രേഖകൾ പ്രകാരം 1/7 കഴിഞ്ഞ വർഷം 1/7 ഈ എക്സിറ്റ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് അയച്ചു വിവരാവകാശ രേഖകളൊക്കെ പുറത്തുകൊണ്ടില്ല. അപ്പൊ അതിന് നിലപാട് മാറ്റുന്നുണ്ടോ? ഇല്ല, ഒരു നിലപാടും മാറ്റുന്നില്ല. നിങ്ങളൊരു വിവരാവകാശ രേഖ പ്രകാരം കേരള സർക്കാരോട് ചോദിക്കും, അപ്പൊ ഞങ്ങളും മറുപടി തരാം. ഞങ്ങൾ പറയും കിട്ടിയിട്ടില്ലെന്ന്. CID വിവരാവകാശ പ്രകാരം രേഖ തെറ്റാണെന്നല്ല, ഞാൻ കേരള സർക്കാരിന് കിട്ടിയിട്ടില്ല. CID പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED ഈ നടപടി എടുക്കുന്നതെന്ന് ഈ നോട്ടീസിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല. ഫെമ ആക്ടിന്റെ ഞാൻ നിങ്ങളുടെ പത്രങ്ങളിലൊക്കെ വന്നത് വായിച്ചിട്ട് പറയുന്നതാണ്.
നമുക്കും പത്രങ്ങൾ വഴിയാണത് അറിഞ്ഞത്, അല്ലാതെ ED അറിയിച്ചിട്ടില്ലല്ലോ. അപ്പോ അതില് എല്ലാരും CAG ഉദ്ധരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? കേരളത്തിലെ ഏതെങ്കിലും പൗരനോട് ചോദിക്കുക, ഇതെന്ത് നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂള് നന്നാവണോ, പൂർത്തിയാവണോ, മകൻ പഠിക്കുന്ന കോളേജ് നന്നാവണോ, നിങ്ങൾ ദിവസം പോണ റോഡ് അടുത്ത വർഷം ആകുമ്പോൾ നന്നായിട്ട് കിടക്കണോ, പൂർത്തിയാവണോ? ഓരോരുത്തരോടും ചോദിക്കുക, നിങ്ങൾക്ക് വീട്ടില് വോൾട്ടേജ് ക്ഷാമം ഇല്ലാതെ അടുത്ത വർഷം പോലെ നിങ്ങൾക്ക് കറണ്ട് കിട്ടണോ? ഇതാ ഞങ്ങൾ ചോദിക്കാം. ഞാനോ എന്താ ഉത്തരം പറയാന്ന് വളരെ വ്യക്തമാണ്. ഇതല്ലെങ്കിലും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, ഇല്ലെങ്കിലും സർക്കാർ ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ടതാണ്. ഇവിടെ ചെയ്യാനുള്ള പണം സർക്കാരിന് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടല്ലേ കേരളം ഇന്ത്യയില് ഏറ്റവും മോശം പശ്ചാത്തല സൗകര്യമുള്ള സംസ്ഥാനങ്ങളിലൊന്നായി നിൽക്കുന്നത്. അപ്പൊ അതിന് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് വരുമാനം ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ ഊരാക്കുടുക്കിന് പുറത്തു കിടക്കാം? ഇതിന്റെ ആലോചനയിലാണ് ഈ സർക്കാർ കിഫ്ബിയിൽ എത്തിച്ചേർന്നത്. എങ്ങനെ? ഒരു 20 വർഷം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കാം, പക്ഷെ ഇന്നിപ്പോ കായ്പെടുത്ത് ഈ പണികളൊക്കെ ചെയ്യാം. അപ്പൊ 20 വർഷം കൊണ്ട് അടച്ചു തീർക്കുന്ന എങ്ങനെ? അത് കൃത്യമായിട്ട് എത്ര കൊടുക്കണമെന്ന് നമ്മൾ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഇഷ്ടം പോലെയല്ല, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ നടപ്പായ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച വേഗത കൂടും. അതുകൊണ്ട് നമുക്ക് സർക്കാരിന്റെ വരുമാനം കൂടും, ഇത് കൊടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാവും. BJP സംസ്ഥാന അധ്യക്ഷൻ തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശം ഐസക് രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. GSTക്കെതിരെ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് GST ചുമത്തുന്നതിനെതിരെ നിൽക്കുന്ന ആള് തോമസ് ഐസക്കാണ്. കള്ളപ്പണക്കാരെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ആളും തോമസ് ഐസക്കാണ്. കള്ളപ്പണക്കാരെ പിന്തുണച്ചെന്ന് പറയുന്നത് ആ നോട്ടിനോടത്തെ കുറിച്ചാണ്. എന്താ അവര് രാജ്യത്ത് ചെയ്തത് ആ നോട്ട് നിരോധിച്ചിട്ട്? അന്ന് തുടങ്ങിയ സാമ്പത്തിക ഇടിവ്, കോവിഡ് വരുന്നതിന് മുമ്പ് സാമ്പത്തിക വളർച്ച 3.2 കൊണ്ടുവന്നു. എത്ര ലക്ഷം കോടിയാണ് ഈ രാജ്യത്തിന് നഷ്ടപ്പെടുത്തിയെന്ന് വല്ല അറിയാമുണ്ട? ഈ 1% വളർച്ച നിരക്ക് ഇടിയുമ്പോൾ, അല്ലെങ്കിൽ 3% വളർച്ച നിരക്ക് ഇടിയുമ്പോൾ എത്ര ലക്ഷം കോടി ആ രാജ്യത്തിന് പോയെന്നറിയാം. ആരാ ഉത്തരവാദി? വിവരമില്ലാതെ ഈ നോട്ട് നിരോധിക്കാനായിട്ട് എന്തോ വലിയ മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പേടി. ഇനി ഇതെങ്ങാനോ എതിർത്ത് കഴിഞ്ഞാൽ കള്ളപ്പണക്കാരനെ പിന്തുണച്ചു എന്ന് പറയുന്നു. അതന്നെയല്ലേ പേടിച്ചിരുന്ന എല്ലാവരും? കള്ളപ്പണേ നോട്ട് കെട്ടി സേഫി വെക്കുന്ന ഒരു ഏർപ്പാടല്ലത്. എത്ര ബാലിശമായ സാമ്പത്തിക ധാരണകളാണ്. GST കുറിച്ച്, പെട്രോളിയം ഉൽപ്പന്നങ്ങള് GSTയിൽ ഉൾപ്പെടുത്താൻ ഭരണഘടന ഇപ്പൊ അനുവദിക്കുന്നുണ്ട്. ഒരു തവണ ഇതുവരെയുള്ള GST കൗൺസിൽ കേന്ദ്ര സർക്കാർ പെട്രോളിയം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടില്ല, നിർദ്ദേശം വെച്ചിട്ടില്ല. പിന്നല്ലേ എതിർക്കണത്? കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ട് മാറിയിരിക്കുകയാണെന്ന്. ആ GSTയിലേക്ക് കഴിഞ്ഞാൽ അവർക്ക് ആ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവുക. അതുകൊണ്ട് ഈ പറയുന്നവരെന്ന് പറഞ്ഞാട്ടെ, പുറത്ത് ഏതെങ്കിലും മന്ത്രി വിളിച്ച് പറയുന്നില്ല, പെട്രോളിയം മന്ത്രി പറയുന്നതല്ല. GST കൗൺസില് ഇതുവരെ കേന്ദ്ര സർക്കാർ ഒരു പ്രാവശ്യം പോലും പെട്രോളിയം നികുതി കുറക്കുന്നതിന് വേണ്ടി GSTയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം വെച്ചിട്ടില്ല. പിന്നെന്തിനാ എന്നെ മെക്കിട്ട് തരണത്? ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നറിയാം, ഉൾപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത 5 വർഷം അതിന്റെ നഷ്ടപരിഹാരം തരാനുള്ള ഏർപ്പാടുണ്ടാവണം. പിന്നെ വേണ്ടേ? സംസ്ഥാനത്തിന് വിൽക്കാനായിട്ട് പൊതുമേഖലാ സ്ഥാപനമൊന്നും ഇല്ലെന്ന്. സംസ്ഥാനത്തിന് നോട്ടച്ചടിക്കാനുള്ള അവകാശമില്ല. സംസ്ഥാനത്തിന് ഇഷ്ടം പോലെ വിദേശത്ത് നിന്ന് വായ്പ എടുക്കാനും പറ്റൂല. അതുകൊണ്ട് വരുമാനം കുറയുമ്പോൾ ഒരു പരിഹാരം കാണണം. 5 വർഷക്കാലം ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. കേന്ദ്രം തരണ്ട, റിയറിംഗ് സെസ് ഏർപ്പെടുത്തി തന്നേച്ചാൽ മതി. ഇപ്പോൾ ഉള്ള കമ്പൻസേഷൻ സെസ് 5 വർഷം കൊണ്ട് നീട്ടിയാൽ മതി. ഇത് ഞാൻ പറയണ്ടേ? ഈ ഉറപ്പാണ് LDF എന്ന വാചകം, അത് കോൺഗ്രസിനെയും BJPയെയും വല്ലാതെ അലട്ടുന്നതിന്റെ പ്രതിഫലനമാണോ ഇപ്പൊ EDയുടെ നീക്കം?
ആകെ ഡെസ്പറേറ്റാ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള വലിയ പിടുത്തമില്ല. ഒരു കാര്യം അവരെ മനസ്സിലായിട്ടുണ്ട്, ജനങ്ങൾക്ക് ഇത് ഉറപ്പാണ്, മാറ്റങ്ങൾ വരുമെന്നുള്ള ആത്മവിശ്വാസം നൽകുന്നതിൽ കിഫ്ബി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ റോഡിനും പാലത്തിനൊന്നും പണം ഉണ്ടാവില്ല സാധാരണ. അതുണ്ടായി. അതൊക്കെ വിസ്മയത്തോടെയാണ് ജനം കാണുന്നത്. ഇതിന് വേറൊരു ബദൽ പറയാനുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഉറപ്പ് തന്നെയാണ് ഇവർ അലോസരപ്പെടുത്തുന്നത്. ഇവര് നോക്കണ ഇതൊക്കെ അഴിമതിയാക്കി മാറ്റാൻ പറ്റും, ഇതെല്ലാം കിഫ്ബി മുഴുവനും കള്ളക്കടത്തും കള്ളപ്പണമാക്കി താറടിക്കാൻ പറ്റും. നമുക്കൊരു സംവാദമാവാം നാട്ടു ജനങ്ങളുടെ മുന്നിൽ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് നികുതി ഒരുപക്ഷെ കുറയ്ക്കാനായിട്ട് കേന്ദ്രം ആലോചിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന നികുതി കുറയ്ക്കാനായിട്ട് തയ്യാറാവുന്നു. ഇതിനകം പല സംസ്ഥാനങ്ങളും ഇപ്പൊ സംസ്ഥാന നികുതി കുറച്ചിട്ട് ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നികുതി കുറയുമ്പോൾ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കുറഞ്ഞോളൂന്ന് പ്രത്യേകം കുറക്കണ്ട. ഇതുവരെ പറഞ്ഞിരുന്നത് കേന്ദ്ര നികുതി കൂട്ടി വില വർദ്ധിച്ചപ്പോ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ലെന്നല്ലത്. അപ്പൊ വില കൂടെ കുറച്ചോളൂ, കേരള സംസ്ഥാനത്തിന് ആ ഗുണം കൊടുക്കണ്ട. GST ആക്കുകയാണെങ്കിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ്, അതായത് നമ്മുടെ നിലവിലുള്ള GST കോമ്പൻസേഷൻ 14% ഒരു കട്ട് വെച്ചിട്ടുണ്ട് ഗ്രോത്തിൽ. അതേപോലെ നമ്മൾ അങ്ങനെ ഈ എപ്പോഴത്തെ ടാക്സ് ആയിരിക്കും നമ്മളുടെ ഈ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഉള്ളതാണോ അല്ല BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്നതാണോ? അത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെടുത്തുകയാണെങ്കിൽ വലിയ ഭീമമായ നഷ്ടം സംസ്ഥാനത്തിനുണ്ടാവും, കേന്ദ്രത്തിനുണ്ടാവും. കേന്ദ്രം വേറെ എന്തെങ്കിലും വഴി കണ്ടെത്താം, സംസ്ഥാനത്തിന് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് സംസ്ഥാനത്തിനോട് ആ നികുതി വരുമാനത്തിന് ഇടിവുമായി താതാത്മ്യം പിടിക്കാൻ ഒരു 4-5 വർഷം സമയം തന്നെ. ആ കാലത്തിൽ കോമ്പൻസേഷൻ സെസ് തുടർന്ന് നഷ്ടപരിഹാരം തരാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ. അതിപ്പം BJP ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയ സമയത്ത് നമുക്ക് കൂടുതൽ ആനുപാതികമായിട്ട് വർധനമുണ്ടായിട്ടില്ല. അന്നത്തെ വരുമാനമാണ് കൂട്ടേണ്ടത്, ഇന്നത്തെ വരുമാനമാണ് കൂട്ടുന്നത്. എങ്ങനെ കൂട്ടിയാലും കുഴപ്പമില്ല, എങ്ങനെ കൂട്ടിയാലും കുഴപ്പമില്ല. സംസ്ഥാനത്തിന്റെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നാലും കുഴപ്പമില്ല. ഞാനൊരു കാര്യം ഉറപ്പ് പറയണത്, അയ്യോ ഞങ്ങളുടെ വരുമാനം കുറഞ്ഞെന്നും പറഞ്ഞ് ഒരു സംസ്ഥാനവും നികുതി കൂട്ടത്തില്ല. കേന്ദ്രം 20-25 രൂപ നികുതി വരുമാനം പറഞ്ഞു. പെട്രോൾ ഡീസലിന്റെ മേലുള്ളത് 9 മടങ്ങാ വർദ്ധിപ്പിച്ചു. പെട്രോളിന് മേലുള്ള നികുതി 3 മടങ്ങാ വർദ്ധിപ്പിച്ചു. അതങ്ങ് കുറച്ചേച്ചെന്ന് സംസ്ഥാനത്തിന് റവന്യൂ വരുമാനം നികുതി നിരക്ക് കുറക്കണ്ട. ഡാഡ് വാലറാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സംസ്ഥാനത്ത് കിട്ടുന്നത് കുറഞ്ഞു പോകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ചില സംസ്ഥാനങ്ങളുമായി കൺസൾട്ട് ചെയ്തു ഒരു വാർത്ത കണ്ടിട്ടുണ്ട്. കേരളവുമായി എന്തെങ്കിലും ചർച്ച ഉണ്ടായിരുന്നു? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഇതിന്റെ പ്രശ്നം ഇതാണ്, GST നിരക്കുകൾ കുറയ്ക്കണം എന്ന് പറഞ്ഞ് വലിയ നിർബന്ധം കോർപ്പറേറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ട്. എന്നാൽ GST നിരക്കുകൾ നേരത്തെ ഉള്ളതിനേക്കാൾ വളരെ കുറവാണ്. നേരത്തെ ഉണ്ടായിരുന്ന GST വരുന്നതിന് മുമ്പുള്ള നികുതി നിരക്കിനേക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് റവന്യൂ ന്യൂട്രൽ അല്ല എന്ന് മറിച്ചൊരു വാദമുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മൂന്നാമത്തെ ഒന്ന്, ഇത്രയധികം നിരക്ക് വേണ്ട, 4 നിരക്ക് വേണ്ട, 2 നിരക്ക് മതി എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ അവരുടെ ഭാഗത്ത് വരുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇത് ചർച്ചയ്ക്ക് വരാത്തത്. രണ്ടാമത്തെ മൂന്നാമത്തെ കൂടി ഒരു സ്ലാബ് ആക്കാൻ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ലാബാക്കാൻ അതെ, ഞാനതിനെതിരാ. GSTക്ക് മുമ്പ് 15-20 തരം നിരക്കുകളാണ്. അതൊക്കെ കൂട്ടിച്ചേർത്താണ് ഇങ്ങനെ ആക്കിയത്. അപ്പൊ ഈ 4 ആവുന്നത് തന്നെ വലിയൊരു സിംപ്ലിഫിക്കേഷനാണ്. എത്രയോ ലളിതമായി. ഒരൊറ്റ നികുതിയോ ഉള്ളെങ്കിൽ, ഒരു നിരക്കേ ഉള്ളെങ്കിൽ അതായിരിക്കും ഏറ്റവും ലളിതം. പിന്നെ ഒന്നും നോക്കണ്ട, എന്താണെങ്കിലും 20% വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന വെച്ചാൽ മതി.
കണക്കുകൂട്ടാനും ഒക്കെ എളുപ്പം. പക്ഷേ ഇന്ത്യ പോലെ രാജ്യത്ത് എത്ര വലിയ അനീതിയായിരിക്കും. നമ്മള് ബ്രെഡിന്റെ മേൽ 20% നികുതി, മോട്ടോർ കാറിന് 20% നികുതി. സോ ഇന്ത്യ പോലുള്ള രാജ്യത്തെ അസമത്വം എല്ലാം പരിഗണിക്കുമ്പോൾ ഈ 4 നിരക്കുകള് പാവപ്പെട്ടവർ ഉപയോഗിക്കുന്ന ആവശ്യ വസ്തുക്കളുടെ മേൽ നികുതി നിരക്ക് നിസ്സാരേ പാടുള്ളൂ. അത് ആഡംബര വസ്തുക്കളുടെ പേര് 28% ഇരിക്കട്ടെ, ഇന്റർമീഡിയറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായതിനേക്കാൾ എത്രയോ സിമ്പിള്. ഇനി ഒറ്റ നിരക്കിൽ സിംപ്ലിസിറ്റി വേണമെന്ന് ചടിക്കുന്നവര് ഈ നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ്, ബിസിനസ്മെന്മാർ. എന്ത് ചെയ്യാൻ, ഇതിലെ രാഷ്ട്രീയക്കാരിൽ കൂടുതൽ പേരും ബിസിനസ്മാരാകുമ്പോ പാവപ്പെട്ടവരുടെ താല്പര്യമല്ല നോക്കണത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രമാണ്. ശരി, ഇലക്ഷൻ ആകുമ്പോൾ വീണ്ടും മത്സരങ്ങളുണ്ടാവും. ജില്ലാ സെക്രട്ടേറിയറ്റ് തങ്ങളുടെ പേര് നിർദ്ദേശിച്ചു എന്നൊക്കെ അപ്പൊ അതൊക്കെ പാർട്ടി തീരുമാനിക്കും. ഇപ്പോഴത്തെ കാര്യം കൂടെ ഈ സുഖ്നാശേഷം ന്യൂസില് ധനകാര്യ വിഭാഗത്തിൽ റിപ്പോർട്ട് മുഖ്യ സീനിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും തുടർ നടപടിയാണ് ഉണ്ടായിരുന്നത്? റിപ്പോർട്ട് റിപ്പോർട്ട് ഇപ്പൊ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. കാരണം നടന്ന കാര്യങ്ങളെ കുറിച്ച് സമഗ്രമായിട്ട് സർക്കാർ തന്നെ അന്വേഷിച്ചു. ധനകാര്യ ഇൻസ്പെക്ഷൻ വിങ് ആണ് മൊത്തം ഈ സ്ഥാപനങ്ങളിലെ നിയമനങ്ങള്, നടന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ പരിശോധിച്ചിട്ടുള്ളൂ. ആ പരിശോധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. സർക്കാർ നോക്കും. തുടർ നടപടി എന്തെങ്കിലും അതിന്റെ ഉണ്ടായോ? അത് തുടർ നടപടി എടുക്കുന്നു, പരിശോധിച്ചിട്ട് തുടർ നടപടി എടുക്കും. അടക്കാല്ലെങ്കിൽ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ആവർത്തിക്കാൻ പാടില്ല, അതൊക്കെ ഉറപ്പ്. അനുപമ നന്ദി പറയും.